നമസ്കാരം. ഈ കഴിഞ്ഞൊരു 10 വർഷത്തെ മലയാളികളുടെ കുടിയേറ്റത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അധികം മലയാളികൾ കുടിയേറിയിരിക്കുന്നത് ബ്രിട്ടനിലേക്കാണ്. പ്രത്യേകിച്ച് കോവിഡാനന്തര കാലത്ത്. കോവിഡ് ഉണ്ടാകുന്നതുവരെ ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റങ്ങൾക്ക് കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. നേഴ്സുമാരടക്കമുള്ളവർക്ക് അവസരമുണ്ടായിരുന്നു. അല്ലാതെ ഉള്ള അൺസ്കിൽഡ് ലേബറിന് അവിടെ സാധ്യതയുണ്ടായിരുന്നില്ല. സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവർക്ക് വിസയ്ക്ക് ശേഷം 2 വർഷം പണിയെടുത്തിട്ട് മടങ്ങേണ്ടി വരുമായിരുന്നു. ചിലർക്കൊക്കെ ചില മേഖലകളിൽ കിട്ടുമായിരുന്നു. എന്നാൽ കോവിഡ് വന്നതോടെ ആളുകൾ വീട്ടിലിരിക്കാൻ തുടങ്ങി. ഈ വീട്ടിലിരുന്ന മനുഷ്യർ തിരിച്ച് ജോലിക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അടച്ചുപൂട്ടലിന് ശേഷം ബ്രിട്ടൻ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആളില്ലാതായി. വിമാനത്താവളങ്ങളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ അടഞ്ഞുപോയി. കെയർ ഹോമുകളിൽ ജീവനക്കാരെ കിട്ടാതെ വലഞ്ഞു. ഇതോടുകൂടി ബ്രിട്ടൻ കുടിയേറ്റ നിയമം അയച്ചു കൊടുക്കുന്നു. ആർക്കും ബ്രിട്ടനിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ എത്താവുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ആയിരക്കണക്കിന് മലയാളികൾ സ്റ്റുഡൻറ്റ് വിസയിൽ UK എത്തിയതും അവർ കെയറർ വിസയിലേക്കും മറ്റ് വിസകളിലേക്കും മാറിയതും. റെസ്റ്റോറൻറ്റുകൾ പണിയെടുക്കാനും ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കാനും ഒക്കെ ആളുകൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. ആര് വർക്ക് പെർമിറ്റ് ചോദിച്ചാലും കൊടുക്കുന്ന സാഹചര്യം ബ്രിട്ടനിലുണ്ടായി. 2021 മുതൽ 2024 വരെ ഇത് നീണ്ടു നിന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ എത്തി. അതിൽ ആയിരക്കണക്കിന് മലയാളികളുമുണ്ട്. മൂന്നാം മലയാളി കുടിയേറ്റം സംഭവിച്ചത് 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 75,000 മലയാളി കുടുംബങ്ങൾ ഈ സമയത്ത് ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടനിലെ നിയമമനുസരിച്ച് 5 വർഷം നിങ്ങൾ സ്ഥിരമായി താമസിച്ചാൽ, നിയമപരമായി താമസിച്ചാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി എന്ന PR ലഭിക്കും. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിസ പുതുക്കേണ്ടതില്ല. നിങ്ങൾ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാം 1 വർഷം കൂടി കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തെ പൗരത്വമാണോ അത് തുടർന്നുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കാം. മുഴുവൻ സമയം ജോലി ചെയ്യാം. എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റാം. വോട്ട് ചെയ്യാം. ഒരു ബ്രിട്ടീഷ് പൗരനുള്ള എല്ലാ അവകാശങ്ങൾക്കും നിങ്ങൾക്ക് സിദ്ധിക്കും. ഇതാണ് ബ്രിട്ടനിലെ നിയമം. ഈ നിയമം അനുസരിച്ച് 2021 മുതൽ 2024 വരെ കുടിയേറിയ മലയാളികൾ ഈ 2026 മുതൽ വരുന്ന 2 വർഷം PR കിട്ടേണ്ടവരാണ്. അവരൊക്കെ PRന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോഴാണ് അവിടെ വലിയ തോതിൽ വലതുവംശീയ രാഷ്ട്രീയം പുഷ്ടിപ്പെടുന്നത്. അതായത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ബ്രിട്ടനിലുണ്ടായി. അനധികൃത കുടിയേറ്റക്കാർ കപ്പൽ കടന്നെത്തുന്നു, ബോട്ട് കടന്നെത്തുന്നു. അതുപോലെ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ 4 വർഷം കൊണ്ട് ബ്രിട്ടനിലേക്ക് എത്തി. അവരെല്ലാം കൂടി അവിടെ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ സ്കൂളുകളിൽ സീറ്റില്ലാതായി. വീടിൻ്റെ വില കുതിച്ചു പാഞ്ഞു. കാരണം ഈ ജോലി ചെയ്യുന്ന മലയാളികളൊക്കെ പണിയെടുക്കുന്നവരാണ്. അവർ പണിയെടുക്കുന്നതോടെ വീട് വാങ്ങാൻ തുടങ്ങി. അവിടെയുള്ള ബ്രിട്ടീഷുകാർ പണിയെടുക്കാത്തവരാണ്. അവർക്ക് വീട് കിട്ടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലതുവംശീയ രാഷ്ട്രീയം അവിടെ രൂപപ്പെടുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നൈജൽ ഫാരജ് എന്നു പേരുള്ള ഒരാൾ റിഫോം UK എന്ന പേരിൽ ഒരു വലതുവംശീയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അന്ന് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി പടർന്ന് പന്തലിച്ച് ബ്രിട്ടനിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറി. ബ്രിട്ടനിൽ പരമ്പരാഗതമായി ഉള്ളത് കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ്. ഈ 3 പാർട്ടികളും അപ്രസക്തമായിക്കൊണ്ട് റിഫോം UK എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും അധികം ജനപിന്തുണയുള്ള പാർട്ടിയായി മാറി. റങ്കോൺ എന്ന സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ റിഫോം UK ലേബർ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ ജയിക്കുകയാണ്. ഇതോടുകൂടി റിഫോം UKയെ തടയാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് ലേബർ പാർട്ടി ഭരിക്കുന്ന ബ്രിട്ടൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കുടിയേറ്റ നിയമത്തിൽ വലിയ പൊളിച്ചെഴുത്തിന് തീരുമാനമുണ്ടാവുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ ഹോം സെക്രട്ടറി, അതായത് ആഭ്യന്തര സെക്രട്ടറി, ഇമിഗ്രേഷൻ അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷബാന മഹ്മൂദ് ഇവിടുത്തെ കുടിയേറ്റ നിയമം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു കരട് രൂപം പ്രഖ്യാപിക്കുന്നു. ഈ കരട് രൂപം ഞെട്ടിക്കുന്നതായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം. PR ഉടൻ കിട്ടും എന്ന് കാത്തിരുന്ന മലയാളികളോട് ഷബാന മുഹമ്മദിൻ്റെ പുതിയ നിയമം പറഞ്ഞു, നിങ്ങൾക്ക് PR കിട്ടാനുള്ള മിനിമം കാലാവധി 5-ൽ നിന്നും 10 മാറ്റിയിരിക്കുന്നു. മാത്രമല്ല മഹാഭൂരിപക്ഷം മലയാളികളും എത്തിയിരിക്കുന്നത് കെയർ വിസയിലാണ്. കെയർ വിസ പോലെയുള്ള വിസകളിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടണമെങ്കിൽ 20 വർഷം താമസിക്കണമെന്ന സാഹചര്യം രൂപപ്പെട്ടു. എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് ഇത് കേട്ടത്. കാരണം ബ്രിട്ടനിൽ വിസ പുതുക്കാൻ വലിയ ചെലവാണ്. NHS സർചാർജ് എന്ന് പറയുന്നത് ഒരു വർഷം 1000 പൗണ്ടോളം വരും. നിങ്ങൾ 5 വർഷം വേണമെങ്കിൽ 5000 പൗണ്ട് ഒരു വ്യക്തിക്ക് NHS സർചാർജ് കൊടുക്കണം. 4 അംഗങ്ങളുടെ കുടുംബമാണെങ്കിൽ 20,000 പൗണ്ട് NHS സർചാർജ് മാത്രം കൊടുക്കണം ഈ 5 വർഷത്തേക്ക്. മാത്രമല്ല വിസ ഫീസ് വേറെയും. ഇങ്ങനെ ഒരു 25-30 ലക്ഷം രൂപ മുടക്കി 5 വർഷം തോറും വിസ പുതുക്കുക സാധ്യമല്ല. ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ആളുകൾ നിരാശയിലായി, ദുഃഖത്തിലായി. നവംബറിൽ പ്രഖ്യാപിച്ച നിയമം കൺസൾട്ടേഷന് പോയി ജനാഭിപ്രായം തേടിക്കൊണ്ടിരിക്കുന്നു. അത് ഈ വർഷം തന്നെ നടപ്പിലാക്കും എന്ന് ഹോം ഓഫീസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബ്രിട്ടൻ വിട്ടുപോവേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാവുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തോൽപ്പിച്ച് ഭരണം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന റിഫോം UK
ഇതിനേക്കാൾ കർശനമായ കുടിയേറ്റ നയമാണ് പ്രഖ്യാപിച്ചത്. അവർ പറഞ്ഞു നിങ്ങൾ PR തന്നെ ഇല്ലാതാക്കും. അതായത് റിഫോം UK അധികാരത്തിൽ വന്നാൽ പെർമനന്റ് റെസിഡൻസി എന്ന സമ്പ്രദായം ഇല്ലാതാക്കും. 5 വർഷത്തേക്ക് വിസ പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതിനൊരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ വന്നാൽ UK മലയാളികളടക്കമുള്ളവർക്ക് വിസ പുതുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. മാനദണ്ഡങ്ങൾ കർശനമാണ്. PR കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല വളരെ വിചിത്രമായ മറ്റൊരു പ്രസ്താവന കൂടി അവർ നടത്തി. നിലവിൽ ആർക്കെങ്കിലും PR ഉണ്ടെങ്കിൽ അതും റദ്ദു ചെയ്യും. വർഷങ്ങളായി 50 വർഷവും 60 വർഷവുമായി PR ഉള്ള മനുഷ്യരുണ്ട്. അമേരിക്കയിൽ ഗ്രീൻ കാർഡുമായി ജീവിക്കുന്നത് പോലെ തന്നെയാണ് ബ്രിട്ടനിൽ PR-മായി ജീവിക്കുന്നത്. അത്തരക്കാരുടെ PR-ഉം റദ്ദു ചെയ്യുമെന്ന് പറഞ്ഞു. മലയാളികളടക്കം ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ നിരാശരായി. 2026-നും 2028-നും ഇടയിൽ ഏതാണ്ട് 20 ലക്ഷം പേർക്ക് PR കിട്ടാണ്ടതാണ്. അങ്ങനെ PR പ്രതീക്ഷിച്ചിരുന്ന സകലരും നിരാശരായി. അവർ പലതരത്തിൽ പരാതികളുമായി പലയിടത്തും കയറി ഇറങ്ങുന്നു. പക്ഷേ സർക്കാർ കണ്ണു തുറക്കുന്നില്ല. റിഫോം UK അധികാരത്തിൽ വന്നാൽ എല്ലാം നഷ്ടപ്പെടും എന്ന് കരുതി പൊതുവെ ലേബർ പാർട്ടി കുടിയേറ്റക്കാർക്ക് അനുകൂലമാണ്. അവർ നിലപാട് കർക്കശമാക്കുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഗോട്ടൺ ആൻഡ് ഡെൻഡൻ എന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലേബർ MP രാജിവെച്ചപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ശ്രദ്ധിക്കണം, കഴിഞ്ഞ 100 വർഷമായി ലേബർ പാർട്ടി അല്ലാതെ ആരും അവിടെ ജയിച്ചിട്ടില്ല. ലേബർ പാർട്ടിക്ക് അല്ലാതെ ഒരു പാർട്ടിക്കും അവിടെ ജയിക്കാൻ കഴിയില്ല. അത്രമാത്രം ലേബർ പാർട്ടിക്ക് വേരുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ലേബർ പാർട്ടി മത്സരിക്കാനിറങ്ങി, കൺസർവേറ്റീവുകൾ മത്സരിക്കാനിറങ്ങി, ലിബറൽ ഡെമോക്രാറ്റുകൾ മത്സരിക്കാനിറങ്ങി. എന്നാൽ റിഫോം UK എന്ന പാർട്ടിയും ആരും ശ്രദ്ധിക്കാതിരുന്ന ഗ്രീൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയും അവിടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. നമുക്കറിയാം റിഫോം UK കുടിയേറ്റ വിരുദ്ധ പാർട്ടിയാണ്. എന്നാൽ ഗ്രീൻ പാർട്ടി കുടിയേറ്റ അനുകൂല പാർട്ടിയാണ്. ലേബർ പാർട്ടിയേക്കാൾ കടന്ന കൈയാണ് അവർ പറയുന്നത് സകല അഭയാർത്ഥികൾക്കും താമസിക്കാനും ജോലി ചെയ്യാനും അവസരം കൊടുക്കണമെന്ന്, സകലവർക്കും വിസ കൊടുക്കണം, സകലരെയും സംരക്ഷിക്കണം. അതാണ് ഗ്രീൻ പാർട്ടിയുടെ നയം. ഈ ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയാണ്. എന്ന് വെച്ചാൽ ലേബർ പാർട്ടി റിഫോം UKയെ ഭയന്ന് കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കർക്കശമായ കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടെടുത്ത ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പോലല്ല. ആകെപ്പാട് ഒരു MP സീറ്റിൽ 30,000-35,000 വോട്ടൊക്കെ മാത്രമേ നടക്കൂ. ഇവിടെ 30,000 വോട്ടാണ് നടന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ഗ്രീൻ പാർട്ടിക്ക് കിട്ടി. ഗ്രീൻ പാർട്ടി ജയിച്ചു. ലേബർ പാർട്ടി മൂന്നാമതെത്തിയ ലേബർ പാർട്ടിക്ക് കിട്ടിയ ആകെ വോട്ട് 706 വോട്ടാണ്. രണ്ടാമതെത്തിയത് റിഫോം UK ആണ്. അതായത് കുടിയേറ്റത്തെ എതിർക്കുന്ന റിഫോം UK ആണ്. ഇതിൽ നിന്നും ഒരു കാര്യം ബ്രിട്ടന് പിടികിട്ടി. പരമ്പരാഗതമായ 3 രാഷ്ട്രീയ പാർട്ടികളും അപ്രസക്തമായി. ഇപ്പോൾ അവിടെ ശക്തമായിരിക്കുന്നത് വലത് തീവ്ര രാഷ്ട്രീയ പാർട്ടിയായ റിഫോം UKയും ഇടത് തീവ്ര രാഷ്ട്രീയ പാർട്ടിയായ ഗ്രീൻ പാർട്ടിയുമാണ്. പരമ്പരാഗത ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ കർക്കശമായ കുടിയേറ്റ അനുകൂല നിലപാടെടുത്ത ഗ്രീൻ പാർട്ടി വിജയിച്ചതോടെ ലേബർ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായി. ലേബർ പാർട്ടി റിഫോം UKയെ ഭയന്ന് നിയമത്തിൽ വെള്ളം ചേർത്തു, അതിൻ്റെ ദുരിതമാണ് അനുഭവിച്ചത് എന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയിൽ ഭിന്നതയുണ്ടാകുന്നു. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ അടക്കമുള്ള നിരവധി MP-മാർ ഈ പുതിയ കുടിയേറ്റ നിയമപരിഷ്കാരത്തിനെതിരെ രംഗത്ത് വരുന്നു. ഈ ഗ്രീൻ പാർട്ടി ജയിച്ചതോടെ, ലേബർ പാർട്ടി മൂന്നാമതെത്തിയതോടെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും പുനർവിചിന്തനമുണ്ടാവുന്നു. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത സർക്കാർ ഈ നിയമം പിൻവലിച്ചേക്കുമെന്നാണ്. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് ഇപ്പോഴും പറയുന്നു ഇത് നടപ്പിലാക്കുമെന്ന്. എന്നാൽ പ്രധാനമന്ത്രിക്ക് പോലും അരമനസ്സായി. ഇത് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുന്നത് കൊണ്ട് ഉള്ള വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. റിഫോം UK തടയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തേണ്ട, നിയമം പിൻവലിക്കാം, നിലവിലുള്ളവർക്ക് ബാധകമാവാത്ത തരത്തിൽ ഈ നിയമം നടപ്പിലാക്കാം എന്ന ചർച്ചയിലേക്ക് മാറുകയാണ് ലേബർ പാർട്ടി. ലേബർ പാർട്ടിയിലെ നിരവധി MP-മാർ ഈ നിയമപരിഷ്കാരം പാടില്ല, നിലവിലുള്ളവരെ ബാധിക്കരുത് എന്ന അഭിപ്രായക്കാരാണ്. അത്തരം ചർച്ചകൾ കൊഴുക്കുന്നു. മലയാളികൾ ആവേശത്തിലാണ്. ഇതൊരു ട്വിസ്റ്റായി കാണുന്നു. എന്തു ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോൾ ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലാപമുണ്ടാവുന്നു. നിയമം പിൻവലിച്ചേക്കുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ PR നിയമമാറ്റം നടപ്പിലാവുകയില്ല. എല്ലാവർക്കും വരുന്ന 2-3 വർഷത്തിനുള്ളിൽ PR കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി അഥവാ ഈ നിയമമാറ്റം ഉണ്ടായാൽ പോലും നിയമപരമായി അതിനെ വെല്ലുവിളിക്കാൻ നിയമവിരുദ്ധമാണ്, നിലവിലുള്ളവരെ പരീക്ഷിക്കുന്നത്, നിലവിലുള്ളവരെ പുറത്താക്കുന്നതൊക്കെ തെറ്റായ രീതിയാണ് എന്ന തരത്തിൽ നിയമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള ഫണ്ട് ശേഖരണവും മറുവശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ലേബർ പാർട്ടി തന്നെ പുനർവിചിന്തനം നടത്തുന്നു. ഈ പുതിയ നിയമമാറ്റം വേണ്ട, നിലവിലുള്ളവർക്ക് PR കൊടുക്കാം. PR-ൽ 10 വർഷവും 20 വർഷവുമാക്കുന്നത് അത് അൺബ്രിട്ടീഷാണ്, അപരിഷ്കൃതമാണ്. അത്തരമൊരു പരീക്ഷണം വേണ്ട എന്ന് ലേബർ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് സൂചനകൾ. ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോഴും നിലവിൽ ആ നിയമം ചർച്ചയിലാണ്. നിയമം നടപ്പിലാക്കുമെന്നാണ് ഹോം സെക്രട്ടറി പറയുന്നത്. എന്നാൽ അത് നടപ്പിലാക്കത്തില്ല എന്ന സൂചന പുറത്തു വരുന്നു. മലയാളികൾ പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ നിൽക്കുകയാണ്. അവരുടെ ആശങ്ക മാറുന്നു.
PR കിട്ടുമോ എന്ന ആശങ്ക മാറുകയും എല്ലാവർക്കും PR കിട്ടുന്ന സാഹചര്യം രൂപപ്പെടുമെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ എങ്ങനെ മലയാളികൾ സന്തോഷിക്കാതിരിക്കും?